യാക്കോബും ഏശാവിനെയും അറിയാത്ത എത്ര പേരുണ്ട്? യാക്കോബിന്റെ കഥ ആരംഭിക്കുമ്പോൾ അറിയാതെ തന്നെ നാം എല്ലാവരും യാക്കോബിന്റെ പക്ഷക്കാരാകാറുണ്ട്. ഒന്നല്പം മാറ്റി നമുക്ക് ആ ഭാഗം ഒന്ന് ചിന്തിക്കണം. എല്ലാവരും യാക്കോബിന്റെ പക്ഷമാണ്, എല്ലാവരും യാക്കോബിന്റെ ആൾക്കാരാണ്. യാക്കോബാണ് കഥയിലെ ഹീറോ. യാക്കോബിനെ പഠിച്ചു നോക്കിക്കേ. ജ്യേഷ്ഠനെ പറ്റിച്ചു, തീർന്നോ? അപ്പനെ പറ്റിച്ചു, അവസാനം അമ്മയപ്പനെയും പറ്റിച്ചു. ഇനി ദൈവത്തെയോ? ഇത് കല്ലെടുത്ത് വെച്ച് എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചത് ബേഥേലാണ്. ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോ അങ്ങോട്ടല്ല വന്ന്, പിന്നെ അങ്ങോട്ട് വരുത്തേണ്ടി വന്നതാ. ഇവൻ ഹീറോയാണ്. ജ്യേഷ്ഠനെ പറ്റിച്ചു. ജ്യേഷ്ഠന് വിശന്ന് നിൽക്കുന്ന സമയത്ത് പായസം കൊടുത്തു പറ്റിച്ചു. നമ്മൾ പ്രസംഗിക്കാറുണ്ട്, എത്ര മോഹന വാഗ്ദാനം ഉണ്ടായാലും നമുക്ക് കിട്ടിയിരിക്കുന്ന അവകാശങ്ങൾ വിൽക്കരുത്. ആ ചിന്തയും ദൂതും അങ്ങനെ നിൽക്കട്ടെ. യാക്കോബ് ചെയ്തത്, യാക്കോബ് ഹീറോ ആയി. അപ്പനെയും പറ്റിച്ചു, അമ്മയുടെ ഒത്താശയോട് അപ്പനെ പറ്റിച്ചു, യാക്കോബ് ഹീറോ ആയി. അവിടുന്ന് അമ്മായിയപ്പനെയും പറ്റിച്ചു, യാക്കോബ് ഹീറോ ആയി. പക്ഷേ കഥ ചേഞ്ച് ആകുന്നു. ഏശാവ് വില്ലൻ, ഏശാവ് ജ്യേഷ്ഠാവകാശം വിറ്റവൻ, ഏശാവ് നെഗറ്റീവ് കഥാപാത്രം. പക്ഷെ കഥ മുന്നോട്ട് പോകുമ്പോൾ ഏശാവ് ഹീറോ ആയി മാറുന്നുണ്ട് അതിന്റെ കഥയുടെ അവസാനത്തിൽ. ഉൽപ്പത്തി പുസ്തകം 33:4 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഏശാവ് ഓടി വന്ന് അവനെ എതിരേറ്റു ആലിംഗനം ചെയ്തു. എല്ലാവരും ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. ഏശാവ് ഓടി വന്നു, അവനെ എതിരേറ്റു. ആരാണ്? ഉപദ്രവിക്കപ്പെട്ടവൻ, അപഹരിക്കപ്പെട്ടവൻ, പറ്റിക്കപ്പെട്ടവൻ, അകത്ത് യാക്കോബിനെ കിട്ടിയ കടിച്ചു കീറാൻ കാരണങ്ങളുള്ളവൻ, കടിച്ചു കീറാൻ അവകാശമുള്ളവൻ. അത്രമാത്രം അവനാൽ ഇവൻ അനുഭവിച്ചിട്ടുണ്ടായിട്ടും ഏശാവിന്റെ പ്രതികരണം കണ്ടോ? 33:4 ഏശാവ് ഓടി വന്നു, യാക്കോബല്ല, ഏശാവ് ഓടി വന്നു, അവനെ എതിരേറ്റു, ആലിംഗനം ചെയ്തു. അടുത്ത വരി, അവന് കഴുത്തിൽ വീണു, അവനെ ചുംബിച്ചു, അവനെ ഉമ്മ വെച്ചു. എന്നിട്ട് അവൻ കരഞ്ഞു. ആരാ? ഒരു വില്ലനായി പോയവൻ, നെഗറ്റീവ് ക്യാരക്ടർ ചേഞ്ചായി, മാറ്റമായി. ഏശാവ് ഹീറോ ആയി മാറി. പകവീട്ടാൻ അവസരം കിട്ടി, മുമ്പിലേക്ക് അവൻ വന്നു കിട്ടിയിട്ടും പകവീട്ടാതെ കെട്ടിപ്പിടിച്ചവൻ, പകവിട്ടാതെ ഉമ്മ കൊടുത്തവൻ, ഇന്നലകളിലെല്ലാം ഉപദ്രവിച്ചതെല്ലാം മറന്നവന്റെ പേരല്ലേ ഏശാവ്. എന്ത് ചിന്തകളാണ് നമുക്കിതിൽ നൽകുന്നത്? നമ്മൾ പകയും വിദ്വേഷവും, എന്റെ ഭാഗത്താണ് നീതി, ഞാനാണ് വഞ്ചിക്കപ്പെട്ടത്, ഞാനാണ് പിടിച്ചുപറിക്കപ്പെട്ടത്, എന്റെയാണ് അപഹരിക്കപ്പെട്ടെന്ന് പറഞ്ഞ് ആയുസ് മുഴുവൻ വൈരാഗ്യങ്ങളും ആയുസ് മുഴുവൻ വിദ്വേഷങ്ങളും വെച്ച് പുലർത്തി പാടാനും പ്രാർത്ഥിക്കാനും പറ്റുന്നെങ്കിൽ അവിടെ ഈ പ്രാർത്ഥന വേണം. കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നെ പുതുക്കണമേ.